അപ്പോൾ കുഞ്ഞിക്കിളിയോട് പറഞ്ഞു, അയ്യോ അങ്ങനെ ആപത്ത് സംഭവിച്ചോ നിനക്ക്? അയ്യോ, അപ്പോൾ എന്തായാലും നീ രക്ഷപ്പെട്ടു വന്നൂലോ, എന്തായാലും നന്നായി. അല്ലെങ്കിൽ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നിനക്ക് എന്ത് പറ്റി? എനിക്കങ്ങ് നീ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോയില്ല. നീ പറഞ്ഞിരുന്നില്ലേ ഞാൻ എപ്പം നീ ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ നിൻ്റെ വാക്ക് പാലിച്ചതാണ്. അപ്പോൾ കുഞ്ഞിക്കിളി മാലാഖ പറഞ്ഞു, ശരിയാണ്, എൻ്റെ വാക്കിനെ നീ ഇത്ര അനുസരിച്ചല്ലോ, അതുകൊണ്ട് എനിക്ക് നിന്നോട് ഭയങ്കര ബഹുമാനം തോന്നുന്നുണ്ട്. ശരി, ഇനി നമ്മൾക്ക് യാത്രയാകാം. അപ്പോൾ കുഞ്ഞിക്കിളി പറഞ്ഞു, അയ്യോ നീ ക്ഷീണിതയല്ലേ, കുറച്ച് റെസ്റ്റ് എടുത്തോളൂ, എന്നിട്ട് നമുക്ക് പോകാം. ഇല്ല കുഴപ്പമില്ല, വരൂ നമുക്ക് തിരയാം, നമ്മുടെ സുഹൃത്തിനെ തിരയാം. അപ്പോൾ കുഞ്ഞു മാലാഖ പറഞ്ഞു, നീ എൻ്റെ ചിറവിൻ്റെ മുകളിൽ കയറി ഇരുന്നോളൂ, ഞാൻ നിന്നെ എടുത്തിട്ട് പറന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ പറന്ന് പറന്ന് പാട്ടൊക്കെ പാടി പോവാട്ടോ. നല്ല രസമാണ് അവരുടെ യാത്ര കാണാൻ. അതിനിടയ്ക്ക് കുറേ പൂക്കളും കുറേ ബട്ടർഫ്ലൈയൊക്കെ അവരുടെ പിന്നാലെ പറന്ന് പാറി പറന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടി പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. അപ്പോളേ അവർ പറയുക, എന്ത് നല്ല പ്രകൃതിയാണ്, എന്തൊരു ഭംഗിയാണ് നമ്മൾ പ്രകൃതിയെ കാണാൻ. അപ്പം ഇങ്ങനെ പറന്ന് പറന്ന് മാലാഖ കുഞ്ഞും കുഞ്ഞിക്കിളിയും കൂടെ യാത്രയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് അങ്ങനെ പോയി അവരിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക. അങ്ങനെ പോകുന്ന വഴിക്ക് അവർക്ക് ഒരുപാട് പഴങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ കഴിക്കാനൊക്കെ. അവരതൊക്കെ കഴിക്കണുണ്ട്. എന്നിട്ട് അങ്ങനെ കുറേ പൂക്കളുള്ള പൂത്തോട്ടത്തിലൊക്കെ പോയിരുന്ന്